യുദ്ധത്തിനായി സൈന്യങ്ങളെല്ലാം തയ്യാറെടുത്തു. പാണ്ഡവരും കൗരവരും തങ്ങളുടെ സേനാ നായകന്മാരെ തിരഞ്ഞെടുത്തു. അങ്ങനെയിരിക്കെ ദുര്യോധനൻ ഭീഷ്മരോടൊരു ചോദ്യം ആരാഞ്ഞു. ഹേ ഗാംഗേയ പിതാമഹ, പാണ്ഡുപുത്രന്റെ ഈ സജ്ജമായ സൈന്യമുണ്ടല്ലോ, ആനയും ആളും അശ്വവും മഹാരഥന്മാരും ഒക്കെ ചേർന്ന ആ സൈന്യം, ഭീമാർജുനന്മാർ പ്രശോഭിക്കുന്ന മഹാബലന്മാരായ ദൃഷ്ടദ്യുമ്നാദികൾ ഭരിക്കുന്ന ആ സൈന്യം, എതിർക്കാനും തടുക്കുവാനും വാനവന്മാർക്ക് പോലും വയ്യാത്ത കടൽ പോലെ അക്ഷോഭ്യമായ പരന്നു കിടക്കുന്ന ആ സൈന്യം, മഹാരണത്തിൽ ഭവാൻ അവ എത്ര കാലം കൊണ്ട് ഒടുക്കും? വില്ലാളി വീരനാകുന്ന ദ്രോണാചാര്യർ എത്ര നാൾ കൊണ്ട് ഒടുക്കും? ശക്തനായ കൃപർ എത്ര നാൾ കൊണ്ടത് ഒടുക്കും? രണത്തെ വാഴ്ത്തുന്ന കർണൻ എത്ര നാൾ കൊണ്ടത് ഒടുക്കും? ദ്വിജേന്ദ്രനായ അശ്വത്ഥാമാവ് എത്ര കാലം കൊണ്ട് ആ സൈന്യം ഒടുക്കും? നിങ്ങളൊക്കെ എൻ്റെ സൈന്യത്തിലെ ദിവ്യാസ്ത്ര പ്രൗഢികളാണല്ലോ. ഇതിനൊക്കെ ശരിയായ ഉത്തരം കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൗതുകവും ഉണ്ട്. വളരെ നാളായി എനിക്കുള്ളൊരു ആഗ്രഹമാകുന്നു ഞാനിപ്പോ ചോദിച്ചത്. അങ്ങ് പറഞ്ഞു തന്നാലോ? ദുര്യോധനന്റെ ഇത്തരത്തിലുള്ള സംശയങ്ങൾ കേട്ടപ്പോൾ ഭീഷ്മർ പറഞ്ഞു തുടങ്ങി. ഹേ കുരുശ്രേഷ്ഠ രാജാവേ, ശത്രുക്കളുടെ ബലാബലം അറിയുവാൻ ആഗ്രഹിക്കുന്നത് യുദ്ധസന്നദ്ധനായ ഒരു രാജാവിന് ചേർന്നത് തന്നെ ആകുന്നു. ഞാൻ അതിൽ സന്തോഷിക്കുന്നു ഉണ്ട്. രാജാവേ കേൾക്കൂ, എനിക്കുള്ള പരമാവധി ബലം ഞാൻ പറയാം. എൻ്റെ കരങ്ങൾക്കുള്ള ബലവും ശസ്ത്രങ്ങളുടെ വീര്യവുമാണ് ഞാൻ പറയുന്നത്. മര്യാദ യുദ്ധമാണ് ചെയ്യേണ്ടത്. മായാവികൾ മായായുദ്ധം ചെയ്യും. അങ്ങനെയാണ് ധർമ്മനിശ്ചയം. അങ്ങനെ ഞാൻ പോരാടി ദിവസം തോറും കാലത്തും വൈകുന്നേരവും 10,000 യോദ്ധാക്കന്മാരെയും 1000 രഥീവീരന്മാരെയും കൊല്ലും. ഇത് സമ്മതമായ കാര്യമാണ്. ഈ നിശ്ചയം പോലെ എന്നും ഞാൻ ഉത്സാഹത്തോടു കൂടി ഒരുങ്ങി നിന്നാൽ മഹാസ്ത്രം കൊണ്ട് 100ഉം 1000ഉം കൊന്നുവിടാം. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഉത്സാഹിച്ച് പാണ്ഡവപ്പട മുഴുവൻ 1 മാസം കൊണ്ട് ഒടുക്കും. ഭീഷ്മരുടെ വാക്കു കേട്ടതിന് ശേഷം ദുര്യോധനൻ ദ്രോണരോട് ആരാഞ്ഞു. ആചാര്യ, ഭവാൻ വിചാരിച്ചാൽ എത്ര കാലം കൊണ്ട് ഈ പാണ്ഡവപ്പടയെ മുടിക്കാം? ഈ ചോദ്യം കേട്ടപ്പോൾ ദ്രോണാചാര്യർ ചിരിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞു. ഞാനിപ്പോൾ വൃദ്ധനായില്ലേ? എൻ്റെ പ്രാണചേഷ്ടകൾ മന്ദിച്ചു. എന്നാലും ശസ്ത്രാഗ്നി കൊണ്ട് ഞാൻ പാണ്ഡവ സൈന്യത്തെ ശാന്തനായ ഭീഷ്മനെ പോലെ 1 മാസം കൊണ്ട് തന്നെ മുടിച്ചുവിടും. അതാണ് എൻ്റെ അഭിപ്രായം. ഇതാണ് എൻ്റെ പരമമായ ശക്തി. ശരദ്വാന മഹർഷിയുടെ പുത്രനായ കൃപർ 2 മാസം കൊണ്ട് ഒടുക്കും പാണ്ഡവപ്പടയെ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. ദ്രൗണി 10 ദിവസം കൊണ്ട് ഒടുക്കാമെന്നും ഏറ്റു. കർണൻ പറഞ്ഞു 5 ദിവസം കൊണ്ട് പാണ്ഡവപ്പടയെ ഒന്നടങ്കം ഒടുക്കിത്തരാമെന്നും. സൂതപുത്രന്റെ വാക്കുകൾ കേട്ട് ഭീഷ്മർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. അമ്പും വില്ലും ശംഖുമായി മഹായുദ്ധത്തിൽ പൊരുതുന്ന സമയത്ത് ആ വലിയ തേരിൽ കയറി കൃഷ്ണനോടുകൂടി പാർത്ഥനെ അടുത്ത് കാണാത്തത് കൊണ്ടാണ് കർണ നീ ഈ വീമ്പ് ഇളക്കുന്നത്. യഥേഷ്ടം എന്തും ആർക്കും പറയാം. അതാണ് നീ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്ന് കർണൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഭീഷ്മർ കർണനെ പരിഹസിക്കുന്നു. അങ്ങനെ ദുര്യോധനന്റെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം ആ യോദ്ധാക്കന്മാർ ഏവരും പറഞ്ഞു നൽകി.